ഹായ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് പീച്ചിങ്ങ മെഴുക്കുവരട്ടിയായിട്ടാണ്. അപ്പോൾ ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും മറ്റെന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ മെഴുക്കുവരട്ടി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ ഈ മെഴുക്കുവരട്ടിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് 2 പിഞ്ച് പീച്ചിങ്ങ നോക്കിയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒടിച്ചാൽ ഇങ്ങനെ ഒടിഞ്ഞു പോകണം. അതാണ് ഇതിൻ്റെ ആ ഇളയ പീച്ചിങ്ങയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ 2 അത്യാവശ്യം വലുപ്പത്തിലുള്ള പീച്ചിങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ആ ഷാർപ്പായിട്ടുള്ള ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ പീച്ചിങ്ങയൊക്കെ നമ്മൾ കറി വെക്കാൻ എടുക്കുന്നതിന് മുന്നേ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഒരു അരമണിക്കൂർ നേരം ഇട്ടതിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിനകത്ത് ഒരുപാട് കെമിക്കലൊക്കെ തളിച്ചിട്ടാണ് നമുക്കിത് നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതെല്ലാനും വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ടിത് കഴുകിയതിന് ശേഷം വേണം നമുക്ക് മഞ്ഞൾ വെള്ളത്തിൽ അരമണിക്കൂർ നേരം ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതെല്ലാനും ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ വെള്ളം കുറച്ച് കൂടുതലായിട്ട് അതിനകത്ത് മുങ്ങിക്കെടുക്കണ രീതിയിൽ നമുക്ക് ഇതുപോലുള്ളൊരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞ് അതിന് ശേഷം ഞാനിതെല്ലാനും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അരിയണ സമയത്ത് ഒരല്പം നീളത്തിലായിട്ടാണ് നമ്മളിത് അരിഞ്ഞെടുക്കേണ്ടത്. എന്നാലും മാത്രമേ നമുക്ക് ഈ പീച്ചിങ്ങയുടെ മെഴുക്കുവരട്ടിക്ക് നല്ലൊരു സ്വാദ് നമുക്ക് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞോണായി പോകും. അപ്പോൾ എല്ലാവരും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് മെഴുക്കുവരട്ടിയാക്കി തുടങ്ങാം. അപ്പോൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു കടായി വെച്ച് കൊടുക്കുക. അപ്പോൾ കടായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കടുക്, അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 10-15 ചെറിയ ഉള്ളി, ഒരല്പം കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് ഇടക്കൊന്ന് ലോവിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കണം കേട്ടോ. കൂടുതൽ ഫ്ലെയിം ആണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ആ ഉള്ളി പെട്ടെന്ന് അങ്ങോട്ട് കളർ മാറിപ്പോവും. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിയുടെ കളറൊന്നും മാറിപ്പോവരുത്. അതിന് തൊട്ട് മുന്നായിട്ട് നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ, അപ്പോൾ 1/2 ടീസ്പൂൺ നിറയെ എടുത്തിട്ടില്ല, എരിവൊക്കെ ഓരോരുത്തരും നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ പച്ച ഒരു ടേസ്റ്റ് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന പീച്ചിങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഇട്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒരുപാട് അങ്ങോട്ട് മൊരിഞ്ഞ് പോകാൻ നിൽക്കരുത്. അപ്പോൾ അതിന് തൊട്ട് മുന്നായിട്ട് വേണം നമ്മൾ ഈ പീച്ചിങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു പച്ചമുളക് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ്. അപ്പോൾ ഉപ്പിടുമ്പോഴെപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഈ നമ്മൾ നോക്കുമ്പോൾ ഈ കടായി നിറയെ നമുക്ക് പീച്ചിങ്ങ ഉണ്ട്. പക്ഷേ ഒന്ന് ആവിയിലൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറയും. അപ്പോൾ പിന്നെ നമുക്ക് ഉപ്പിട്ടാൽ നമുക്കിപ്പോൾ ഒരുപാട് അങ്ങോട്ട് കൂടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ പീച്ചിങ്ങയിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാണ്ടാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ വെച്ചത്. പക്ഷേ ആ പീച്ചിങ്ങയിലുള്ള വെള്ളം ആ ഉപ്പൊക്കെ ചേർന്നപ്പോൾ അതിൻ്റെ പുറത്തേക്ക് നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് തുറന്ന് നോക്കി ഇതുപോലെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കണം. എന്നാലും മാത്രമേ നന്നായിട്ട് ആ വെള്ളത്തിൽ ഈ പീച്ചിങ്ങ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പീച്ചിങ്ങ വെന്തോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഒരെണ്ണം പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അതങ്ങോട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട. നമുക്ക് ഇടയ്ക്കൊന്ന് മാത്രം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കാരണം ഈ പീച്ചിങ്ങയിൽ ഇനിയും വെള്ളത്തിൻ്റെ ആ കണ്ടൻറ്റ്
ഉണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ മെഴുക്കുവരട്ടിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ആ വെള്ളം നന്നായിട്ട് വറ്റി ഇതിനകത്തുള്ള നമ്മൾ ഒഴിച്ചു കൊടുത്ത 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് തെളിഞ്ഞ് വരും. അപ്പോൾ അങ്ങനെ വരുന്ന പാകം അതാണ് അതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് പീച്ചിങ്ങ മെഴുക്കുവരട്ടിയിൽ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എപ്പോഴും നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണമെന്നില്ല. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ ഇതിനകത്ത് ആ വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് വറ്റിപ്പോവില്ല. ഇപ്പോൾ ഏകദേശമൊക്കെ ആകാറായിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ മെഴുക്കൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളൊന്ന് ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് നമ്മൾ ഈ സമയത്താണ് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ ഒരുപാട് ഉപ്പ് ഇട്ടിരുന്നെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുമ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് ഉപ്പ് കൂടി നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പ് ഒരല്പം ചേർക്കാവൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സമയത്ത് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ, കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ഉപ്പിട്ടിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ആ കണ്ടൻറ്റ് ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അതൊന്ന് വറ്റി നന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇതിപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തി വന്നിരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഏകദേശം അല്ല, കറക്റ്റായി നമുക്ക് വന്നിട്ടുണ്ട്. മെഴുക്കൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പീച്ചിങ്ങ മെഴുക്ക് വരട്ടിക്ക് വേണ്ടി നമ്മൾ പീച്ചിങ്ങ അരിഞ്ഞെടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ഒരു കുറച്ച് നീളത്തിലായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. അതല്ല നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്ക് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയാൽ അതിനൊരു പ്രത്യേക സ്വാദ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പീച്ചിങ്ങ മെഴുക്ക് വരട്ടി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരല്പം മാത്രം കറിവേപ്പില. അതൊന്ന് തിരുമ്മി കൂട്ടിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ പീച്ചിങ്ങ മെഴുക്ക് വരട്ടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1-2 കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ എരിവ് ചേർക്കുമ്പോഴും ഉപ്പിടുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരെയും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.